ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ AFUPC നടത്തി വരുന്ന ദൈവവചന പ്രഘോഷണ പരമ്പരകളിലൂടെ നമുക്ക് സന്ധിക്കുവാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവസൃഷ്ടിയായ മനുഷ്യൻ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ, അനുഗ്രഹവും ഉയർച്ചയും പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. അതിന് തെളിവാണ് സങ്കീർത്തനങ്ങൾ 36:8 വായിക്കുമ്പോൾ, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പോൾ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുവാൻ ദൈവം തന്നെ സൃഷ്ടികളായ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ആ സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉയർച്ചകളും ഒന്നും പ്രാപിക്കരുത് എന്ന് മനുഷ്യന്റെ നിതാന്ത ശത്രുവായ പിശാചും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വിപരീതമായി, ദൈവഹിതത്തിന് വിപരീതമായി പലപ്പോഴും മനുഷ്യനെ കഷ്ടതകളിലേക്ക് പിശാച് വലിച്ച് ഇഴച്ചിടാറുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി കഷ്ടതയും രോഗവും ദുരിതവും മാത്രം നിലകൊള്ളുന്നു എങ്കിൽ, എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോവുകയുള്ളൂ, എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയില്ല, ഞാൻ ഇവിടെ അവസാനിക്കാറായി എന്നൊക്കെ നീ വിലപിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, വിലാപാവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ജീവിതത്തിൽ നൃത്തതുല്യമായ ഒരു അനുഭവം തരുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ നിരാശപ്പെടുത്തുന്ന തിക്ത അനുഭവങ്ങളിൽ നിന്ന്, മാരാ രോഗത്തിൽ നിന്ന്, കടഭാരത്തിൽ നിന്ന്, കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്ന്, പ്രിയപ്പെട്ടവരുടെ ദുശീല സ്വഭാവങ്ങളിൽ നിന്ന്, അസമാധാന മേടുകളിൽ നിന്ന്, അസംതൃപ്തിയുടെ ഇടങ്ങളിൽ നിന്നൊക്കെയും നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ തലമുറയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ ഭാര്യയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ പിതാവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ മക്കളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിന്നെ മാനിപ്പാൻ ദൈവത്തിന് കഴിയും. ഇതുവരെ നീ പല കാര്യങ്ങളും പരിശ്രമിച്ച് വിജയം കണ്ടെത്തുവാൻ കഴിയാതെ നിരാശനായ വ്യക്തിയെങ്കിൽ, നിന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവം അവൻ്റെ ആലയത്തിലെ പുഷ്ടി കൊണ്ട് നിനക്ക് തൃപ്തി നൽകും. ദൈവത്തിൻ്റെ ആനന്ദ നദി ദൈവം നിന്നെ കുടിപ്പിക്കും. യഥാർത്ഥമായും നീ ഇത് ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഈ മാത്രയിൽ തന്നെ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കൊരു മാറ്റം തരണമെന്ന്, ഒരു വിടുതൽ നൽകണമെന്ന് നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ട രഹസ്യങ്ങളെ പരമേൽപ്പിക്കുന്നു. ഇവർ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളെ മേൽ, ഇവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങളെ മേൽ, ഇവരുടെ തലമുറയുടെ ആവശ്യമേൽ, ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ലോകവും സാഹചര്യവും ബുദ്ധിയും ഒരുപക്ഷെ അസാധ്യമെന്ന് പറയുന്നെങ്കിലും നിന്റെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ നിമിഷം കൂടി വെളിപ്പെടണമേ. ഈ രോഗികളെ നീ സൗഖ്യമാക്കണമേ. ഈ ദുഃഖിതരെ, നിരാശിച്ചിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവോപരി യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമയും നിത്യജീവനും പ്രാപിപ്പാൻ, സ്വർഗീയ സമാധാനം പ്രാപിപ്പാൻ ഇവർ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന അധികാരത്താൽ ഈ സമൂഹത്തെ അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കണം.
സമാധാനം, സന്തോഷവും ഐശ്വര്യം പ്രാപിച്ച് നാൾക്ക് നാൾ മേൽക്കുമേൽ ശക്തിപ്പെടുവാൻ അവർ സഹായിച്ചാട്ടെ. ഈ പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്ഷമയോടെ സന്ദേശം കേട്ട നിങ്ങൾ ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നന്ദി പറയുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ, അല്ല വചനം കൂടുതലായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സന്ദേശം ഏതെങ്കിലും നിലകളിൽ സഹായമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മിനിസ്ട്രിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. നിങ്ങൾ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ കഴിയുന്ന തരത്തിൽ ഇത് അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതിനായിട്ട് കഴിയുന്ന തരത്തിലുള്ള സഹായം ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.